ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി പാർട്ടാണ്. നമുക്ക് നോക്കാം. ലെറ്റ്സ് റീവിസിറ്റ് ദ ആക്ടിവിറ്റി 1. Read the excerpts given below and answers the questions that follow by choosing the correct option. അല്ലെ, ഈ ഒരു ഇതില് നമുക്ക് വേറെ ഒരാളുടെ സഹായം വേണ്ടല്ലോ മക്കളെ. ക്ലൂ തന്ന അതിന് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തോളൂ അല്ലെ. നോക്കാം. First one, it pains me though to see that they are not all so healthy and active looking. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് കാണുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അവരെല്ലാരും ഹെൽത്തി അല്ല, ആക്റ്റീവ് അല്ല, ഒരു പ്രവർത്തനശേഷിയുള്ളവരും ആരോഗ്യമുള്ളവരും ഒന്നുമല്ല എന്ന് കാണുമ്പോൾ എനിക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാര് പറഞ്ഞതാണ്? ഹൂ സ്പീക്സ് ദീസ് വേർഡ്സ്? അല്ലെ, ചാപ്റ്റർ കേട്ട ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ആര് പറഞ്ഞതാണെന്ന് ഒരു സംശയമില്ലാതെ ടിക്കിടാൻ കഴിയും അല്ലെ. ആരാണ്? നമ്മുടെ റൈറ്റർ പറഞ്ഞതാണ്, E.V. ലൂക്കാസ് പറഞ്ഞതാണ് കേട്ടോ. നോക്കാം. ദ നെക്സ്റ്റ് വൺ, ദീസ് വേർഡ്സ് ആർ സ്പോക്കൺ ടു. ഈ വേർഡ് ആരോടാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. എന്താണ്? ദ ബ്ലൈൻഡ് ഗേൾ, ഡംബ് ഗേൾ, മിസ് ബീം, ദ ഓതർ. മിസ് ബീമിനോടാണ് പറഞ്ഞത് കേട്ടോ. Then how does the listener react to the statement? അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ കേട്ടു നിന്നവർ എങ്ങനെയാണ് അതിനോട് ലിസൺ ചെയ്തത് അല്ലെ. അദ്ദേഹം ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് പറയോ അത് വയ്യാത്തവരൊക്കെയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ലിസണേഴ്സിന് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത്? ദ ലിസണേഴ്സ് ലോഫ്സ് ആൻഡ് ടെൽസ് ദ ട്രൂത്ത്. അല്ലെ, എന്താണ്? അവര് ചിരിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ വശം എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, then second one, and so we walked on. Gradually I discovered that I was 10 times more thoughtful than I ever thought I could be. അല്ലെ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ എന്നും ചിന്തിക്കുന്നതിനെ കൂടുതൽ 10 ഇരട്ടി അല്ലെ, 10 times more thoughtful than I ever thought I could be. അല്ലെ, ഞാൻ എന്നും ചിന്തിക്കാനായിട്ടും 10 ഇരട്ടി ഞാൻ ചിന്തിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. Who are we referred to here? അല്ലെ, ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്? ദ ഓതറും ദ ഗേളും അല്ലെ, ആ ഒരു ഓതറും ഗേളും നടന്നു പോയപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ റെഫർ ചെയ്യുന്നത്. ദെൻ ഹു ഇസ് ഇൻ ദ എബോവ് സെന്റൻസ്? ആ സെന്റൻസിൽ ആരാണുള്ളത്? ആരാണത് പറയുന്നത്? ഓതർ ആണ് അല്ലെ ആ ഡയലോഗ് പറയുന്നത്. What changes came over the author after his visit to Mr. Beam's house? അല്ലെ, മിസ്റ്റർ ബീമിന്റെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ ഓതറുടെ മനസ്സ് എങ്ങനെയായിരുന്നു മക്കളെ? become more thoughtful. അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ. എല്ലാത്തിനും കുറിച്ചാണ് ഉദ്ദേശം അല്ല അല്ലെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ കുറിച്ച് അദ്ദേഹം കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. Then activity 2. Say whether the following sentences are true or false. If false, rewrite them. അല്ലെ, ഇനി വരാൻ പോകുന്ന സെന്റൻസ് ഒക്കെ ശരിയാണോ തെറ്റാണോ നോക്കണം. ഇനി തെറ്റാണെങ്കിൽ ഒന്നും നോക്കേണ്ട മക്കൾ, അത് നിങ്ങൾ ശരിയാക്കി കൊടുക്കുകയും വേണം. നോക്കാം. ഫസ്റ്റ് വൺ, ദ ഓതർ ഹാഡ് ബീൻ ടു മിസ് ബീംസ് സ്കൂൾ സെവറൽ ടൈംസ്. അല്ലെ, ഒരുപാട് തവണ ഓതർ മിസ്റ്റർ ബീംസിന്റെ സ്കൂളിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് മക്കളെ, ശരിയാണോ? ഇല്ല അല്ലെ, എന്താണ്? തെറ്റാണ് കേട്ടോ. The next one, in Miss Bean's school all subjects are lot in details. എല്ലാ വിഷയങ്ങളും വിശാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ ബീന്റെ സ്കൂളിൽ? ഇല്ല, സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ അതെന്താണ്? അതും തെറ്റാണ് കേട്ടോ, അതും ഫോൾസ് ആണ്. Then third one, the children in Miss Bean's schools are taught to appreciate and understand misfortunes. അല്ലെ, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നിർഭാഗ്യങ്ങളെയൊക്കെ പരസ്പരം മനസ്സിലാക്കാനും അത് കൂടുതൽ അതിനെ കുറിച്ച് അറിയാനും എല്ലാം അവിടെയുള്ള കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? ട്രൂ ആണ്. Then fourth one, the author saw a blind girl being led out by others. അല്ലെ, author saw ഒരു പെൺകുട്ടിയെ കണ്ടു, കണ്ണ് കെട്ടിയിട്ടുള്ള അല്ല കണ്ണ് കാണാത്ത ഒരു പെൺകുട്ടിയെ മറ്റുള്ളവരിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അതെന്താണ്? ട്രൂ ആണ് കേട്ടോ. The next one, on the dumb day the mouths of the children are bandaged. അതുപോലെ മൂഖദിനത്തില് എല്ലാവരുടെ വായും കെട്ടിവെക്കും എന്നുള്ളത് തെറ്റല്ലേ? കെട്ടാറില്ല അല്ലെ. പീറ്റർ ഇസ് വെരി ഓൾഡ്. പീറ്റർ വളരെ പ്രായമുണ്ട്, ബട്ട് നോട്ട് 100 of years old. അല്ലെ, പക്ഷെ എന്താണ്? ഒരു 100 years old അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് നോട്ട് 100 years old ആണ് എന്നാണ് പറയുന്നത്.
അടുത്ത നെക്സ്റ്റ് അതില് മിസ്റ്റേക്ക് തിരുത്തിയതാണ്. ദ ഓതർ ഹാഡ് ബീൻ ടു മിസ് ബീൻസ് സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം, അല്ലെ, ഫസ്റ്റ് ടൈം ആണ് പോയി കാണുന്നത് എന്നുള്ളത് മിസ്റ്റേക്ക് തിരുത്തിയതാണ്. ഇൻ മിസ് ബീൻസ് സ്കൂൾ ദ സബ്ജക്ട് വിച്ച് ആർ ദ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു ദ സ്റ്റുഡൻസ് ആർ ദ ടോട്ടൽ, വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഡംബ് ഡേയില് കുട്ടികളുടെ വായ ബാൻഡേജ് ചെയ്യാറില്ല. അതുപോലെ ഇതും ഉണ്ട് കേട്ടോ, ഇതില് 100 years old ആണ് അദ്ദേഹം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, then activity 3, some of the features of a normal school are given below, അല്ലെ, എന്താണ് കുറച്ച് സാധാരണ സ്കൂളിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മുടെയൊക്കെ സ്കൂളിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മെനി സബ്ജക്ട് ആർ ടോട്ടൽ, ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ മക്കളെ. മോസ്റ്റ് പാരന്റ്സ് എക്സ്പെക്ട് ദർ ചിൽഡ്രൻസ് ടു ലേൺ സബ്ജക്ട് ലൈക്ക് മാത്തമാറ്റിക്സ്, സയൻസ്. ഒരുവിധം പാരന്റ്സ് അവരുടെ മക്കളെ ഏത് സബ്ജക്ട് പഠിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? മാത്സും സയൻസും ആണ്, അല്ലെ. ഡിഫറെന്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആർ അഡോപ്റ്റഡ്, വേറെ വേറെ രീതിയിലുള്ള പഠന രീതി ഉണ്ട്. നൗ റൈറ്റ് അബൌട്ട് മിസ് ബീൻ സ്കൂൾ ബേസ്ഡ് ഓൺ യുവർ റീഡിങ്. ഇതൊക്കെ നമ്മുടെ സ്കൂളിനെ കുറിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച സ്ഥിതിക്ക് മിസ്റ്റർ ബീമിന്റെ സ്കൂളിനെ കുറിച്ചൊന്ന് എഴുതാനാണ് കേട്ടോ. In Miss Beam's school, they teach only those things that are simple and useful to people, അല്ലെ. കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിക്ക് വളരെ ലളിതമായ രീതിയിലാണ് മിസ് ബീംസിന്റെ സ്കൂൾ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? സ്പെല്ലിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ആഡിങ് പഠിപ്പിക്കുന്നുണ്ട്, സബ്സ്ട്രാക്റ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട്, മൾട്ടിപ്ലൈ പഠിക്കുന്നുണ്ട്, റൈറ്റിംഗ് എക്സെട്ര എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളോ? ദ റെസ്റ്റ് ഈസ് ഡൺ ബൈ റീഡിങ് ടു ദം. ബാക്കി കാര്യങ്ങൾ അവർ വായിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഗിവിംഗ് ദം ഇൻട്രസ്റ്റിംഗ് ടാസ്ക്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്? പ്രവർത്തനം കൂടെ, വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനം കൂടെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. There are practically no other lesson, അല്ലാതെ വേറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെസണും അവിടെ പഠിപ്പിക്കുന്നില്ല, പാഠങ്ങളും. The real aim of the school is not to teach thought, ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല ആ സ്കൂൾ പഠിപ്പിക്കുന്നത്. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളതല്ല. പക്ഷെ എന്താണ്? തോട്ട്ഫുൾനെസ്, അല്ലെ, മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചിന്ത, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, കൈൻഡ്നെസ്, ദയ, സിറ്റിസൺഷിപ്പ്, ഇതിനെ കുറിച്ചൊക്കെയാണ് അവിടുത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. The children in Miss B's school have to observe a blind day, lame day, and deaf day and dumb day. അവിടെയുള്ള ഓരോ കുട്ടിക്കും ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേയും, ലെയിം ഡേയും, ഡെഫ് ഡേയും, ഡം ഡേയും ഉണ്ട്. ഇറ്റ് വുഡ് ഹെൽപ്പ് യങ് മൈൻഡ് ടു അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മുർഫ്. ഇത് അവിടെയുള്ള ഓരോ കുഞ്ഞു കുട്ടികളെയും എന്തിനു പഠിപ്പിക്കുന്നുണ്ട്? അപ്രീഷിയേറ്റ് ചെയ്യാൻ, സ്വയം ഈ ഒരു ലോകത്ത് തന്നെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിന്റെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു സമ്മറിയാണ് കേട്ടോ അത്. നമ്മളിപ്പോ പഠിപ്പിച്ച സ്റ്റോറിയുടെ ചെറിയൊരു ഷോർട്ട് സമ്മറിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിലോട്ട് ഇനിയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷെ ജസ്റ്റ് പെട്ടെന്ന് അതിന്റെ തീം ഒന്ന് പറയുകയാണെങ്കിൽ അത് ഇതാണ് പറയാ. ഓക്കെ, ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി. ഇനി നമുക്ക് വൊക്കാബുലറി എന്ന് എൻറിച്ച് ചെയ്യാം. ആക്ടിവിറ്റി 1. The school for sympathy, E.V. Lucas described Miss Bean as a middle-aged authority and kind and understanding എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. മിസ്റ്റർ ബീമിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. The author uses words to describe her age, appearance, character. ഇതിൽ അവരുടെ വയസ്സിനെ കുറിച്ചുള്ള വേർഡ് വരുന്നുണ്ട്, അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ശരീരത്തിൽ ശാരീരികമായിട്ടുള്ള അവരുടെ അപ്പിയറൻസ് ഉണ്ടല്ലോ, രൂപം, അതിനെ കുറിച്ചും ഇതിൽ നിന്നും കിട്ടും. ഓക്കെ, the table given below contains some describing the physical features and the characters of people match the item given. ഇല്ല, ഇവിടെ കുറച്ച് ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് ഫീച്ചറാണ്, ഏത് ഫിസിക്കൽ ഫീച്ചറാണ് അതിൽ വരുന്നത് നോക്കാം. ടോൾ ആൻഡ് ഷോർട്ട് ആൻഡ് മീഡിയം. ടോളും ഷോർട്ടും മീഡിയം എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് ഡയറക്റ്റ് ആൻസർ അല്ല കേട്ടോ. നോക്കാം, ഇത് ടേബിൾ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസേഴ്സ് നമ്മളിപ്പോ പറയും. ദെൻ ഫ്രൈൽ, സ്റ്റോക്കി, സ്ലിം, തിന്ന്, പ്ലംബ്, ഫാറ്റി, സ്കിന്നി, വെൽ ബിൽഡ് എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മളെ അല്ലെ തടിച്ചിട്ടും ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ടും ഇങ്ങനെ മെലിഞ്ഞിട്ടും അതുപോലെ വീർത്തു നിന്നിട്ടും ഒക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ കേട്ടോ. യങ്, എൽഡർലി, മിഡിൽ ഏജ്ഡ്, ടീനേജ്, ഇതൊക്കെ ആ ഒരു ഏജിൻ്റെത് കേട്ടെ. റൗണ്ട്, ഓവൽ, സ്ക്വയർ, റിങ്കിൾഡ്, നല്ല വട്ടമുഖം അല്ലെ, ഓവൽ രൂപം, സ്ക്വയർ ഫേസ്, റിങ്കിൾഡ്, ചുളിഞ്ഞ എന്നൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഐ, ക്യാരക്ടർ, ബിൽഡ്, ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം. ഗ്രേ കളർ, സ്ട്രൈറ്റ് ആണ്, കേളി ആണ്, ഇങ്ങനെ കേളി ആണ്, ബ്ലാക്ക് ആണ്, ബ്ലോണ്ട് ആണ്, വേവി, ബുഷി. ബിഗ്, റൗണ്ട്, സ്മോള്, ബ്രൈറ്റ്, നാരോ.
എനർജറ്റിക്, ചിയർഫുൾ, അഗ്രസീവ്, സെൻസിറ്റീവ്, സീരിയസ്. ഒക്കെ നമുക്ക് ആൻസർ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ, ടോള്, ഷോർട്ട്, മീഡിയം. അതൊക്കെ എങ്ങനെയാ പറയാം? നമ്മൾ ഹൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്രൈൽ, സ്റ്റോക്കി, സ്ലിം, തിന്ന്, പ്ലംബ്, ഫാറ്റ്, സ്കിന്നി, വെൽ ബിൽഡ്. ബോഡിയൊക്കെ വെൽ ബിൽഡാണ്, തടിച്ചിട്ടാണ്, ഉരുണ്ടിട്ടാണ്, കുറച്ച് വയറൊക്കെ ഇങ്ങനെ പൊന്തിയിട്ടാണ്, കുനിഞ്ഞിട്ടാണ്, കൂനയുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, മെലിഞ്ഞിട്ടാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ബിൽഡാണ്, നമ്മുടെ ശരീരത്തിന്റെ ബോഡിയാണ് പറയുന്നത് കേട്ടോ. ദെൻ യങ്, എൽഡറി, മിഡിൽ ഏജ്, ടീനേജ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഏജിനെ കുറിച്ച് പറയാനാണ് അല്ലെ. യങ് ആയിട്ടുള്ള ആളാണ്, വയസ്സായിട്ടുള്ള ആളാണ്, മധ്യവയസ്കനാണ് ഒക്കെ പറയുന്നത് കേട്ടോ. റൗണ്ട്, ഓവൽ, സ്ക്വയർ, റിങ്കിൾഡ് അല്ലെ, ചുളിഞ്ഞത് അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തില്, ഓവൽ ഷേപ്പില്, റൗണ്ട് ഷേപ്പില് എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഫേസ് ആണ് കേട്ടോ. ഗ്രേ കളർ, സ്ട്രൈറ്റ് ആണ്, കേളിയാണ്, ബ്ലാക്ക് ആണ്, ബ്ലോണ്ടിയാണ്, വേവിയാണ്, ബുഷിയാണ്. എല്ലാം മുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. മുടി ചുരുണ്ടിട്ടാണ്, നീണ്ടിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, അതിങ്ങനെ നിറയെ ബുഷ് പോലെ നിറഞ്ഞിരിക്കുന്ന മുടിയാണ്. സ്ട്രൈറ്റ് ആയിട്ട് മെലിഞ്ഞിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മുടിയാണ്. നിറച്ച കളറുകളൊക്കെ എന്താണ്? എല്ലാം ഹെയറിന് കൊടുക്കുന്നതാണ് കേട്ടോ. അടുത്തത് ബിഗ്, റൗണ്ട്, സ്മോള്, ബ്രൈറ്റ്, നാരോ. ഇതെന്താണ്? ഐസ് ആട്ടോ. വലിയ കണ്ണാണ്, ഉരുണ്ട കണ്ണാണ്, മെലിഞ്ഞ ചെറിയ കണ്ണാണ് അല്ലെ, അങ്ങനെയൊക്കെ പറയില്ലേ, അത് ഐസ് ആണ് കേട്ടോ. then ഇതൊക്കെ നമ്മുടെ സ്വഭാവ ഗുണമാണ്. ആള് ഭയങ്കര എനർജിയുള്ള, ഭയങ്കര ഊർജ്ജസ്വലനാണ്, ചിയർഫുൾ ആണ്, ഉത്സാഹവതിയാണ്, അഗ്രസീവ് ആണ്, എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് കൂടുതൽ അഗ്രസീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര പെട്ടെന്ന് ഇമോഷണൽ ആവും, വളരെ സീരിയസ് ആയിട്ട് ഭയങ്കര ദേഷ്യമുള്ള ക്യാരക്ടറാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്വഭാവ ഗുണം അല്ലെ, ക്യാരക്ടറിനെ കാണിക്കാൻ അല്ലെ, സ്വഭാവത്തിന്റെ സവിശേഷതയെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? നൗ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് യൂസിങ് ദ വേർഡ്സ് ഗിവൻ ഇൻ ദ എബോ അല്ലെ. ഇവിടെ വലിയ വലിയ കുറെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. ഷെർലോക്ക് ഹോംസ് അല്ലെ, ഷെർലോക്ക് ഹോംസിനെയൊക്കെ അറിയാതിരിക്കോ? ഒന്ന് അടിച്ചു നോക്കോട്ടു. അദ്ദേഹത്തെയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അടുത്ത അമിതാഭ് ബച്ചൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കർ അറിയാം. മുഹമ്മദ് റാഫി അല്ലെ. നോക്കാം, ഇവരുടെയൊക്കെ ഒരു അപ്പിയറൻസ് ഒക്കെ പറയാനാണ്. നമുക്ക് ആദ്യം ഇവിടെ ഒരാളിത് തന്നിട്ടുണ്ട്, നോക്കല്ലേ. ഷെർലോക്ക് ഹോംസിന്റെ തന്നിട്ടുണ്ട്. ഷെർലോക്ക് ഹോംസ് ഇസ് എ ടോൾ മിഡിൽ ഏജ്ഡ് മാൻ അല്ലെ, വളരെ നീളമുള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മധ്യവയസ്കനായിട്ടുള്ള വ്യക്തിയാണ്. ഹി ഹാസ് എ ബ്ലാക്ക് ഹെയർ, നല്ല കറുത്ത മുടിയുണ്ട്. ലോങ് നോസ് കണ്ടോ, നല്ല നീളമുള്ള മൂക്കില്ലേ ഉണ്ട് അല്ലെ. ബ്രൈറ്റ് ഐസ് കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, ഇതിവിടെ കുറച്ച് കാണുന്നുണ്ടാവില്ല, അപ്പൊ ബ്രൈറ്റ് ആയിട്ടുള്ള ഐസ് ആണ്. ആൻഡ് ഓവൽ ഷേപ്പ്ഡ് ഫേസ് അല്ലെ, നല്ല ഓവലാണ് അല്ലെ, ഓവൽ ഷേപ്പ് അല്ലേ, അല്ല റൗണ്ട് അല്ലല്ലോ. ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഓർത്തു വെക്കുക, അമിതാഭ് ബച്ചന്റെയും സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും റാഫിയുടെയും രൂപങ്ങളാട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഈസ് എ ടോൾ ആൻഡ് എൽഡർലി പേഴ്സൺ അല്ലെ, കുറച്ച് എൽഡർ ആയിട്ട് ടോൾ ആയിട്ടുള്ള, വിത്ത് ഗ്രേ ഫ്രഞ്ച് ബിയേർഡ് അല്ലെ, നല്ല എന്താ പറയാ, നിരച്ച ഒരു ലുക്കുള്ള ഒരു താടിയൊക്കെ ഉണ്ട് അല്ലെ. ഹി ഹാസ് ബ്ലാക്ക് ആൻഡ് വേവി ഹെയർ, ഒരു ബ്ലാക്കും അതുപോലെ ഒരു വേവി ആയിട്ടുള്ള ഹെയർ ആണ്. ആൻഡ് ഓവൽ ഷേപ്പ്ഡ് ഫേസ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഹി ഈസ് എ വെൽ ബിൽഡ് മാൻ ഹാവിങ് സീരിയസ് ആൻഡ് എനർജറ്റിക് അപ്പിയറൻസ് അല്ലെ, നല്ല ഒന്നൊന്നര ബോഡി ഫിറ്റ് ഉള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല ഭയങ്കര എനർജി ആയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്, രൂപമാണ്. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ഷോർട്ട് ആയിട്ട് അല്ലെ, ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. വെൽ ബിൽഡ്, അത്യാവശ്യം വെൽ ബിൽഡ് ആയിട്ടുള്ള ശരീരമാണ്. മിഡിൽ ഏജിൽ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി ഹാസ് എ കേളി ഹെയർ, ചുരുണ്ട മുടിയാണ്. ആൻഡ് എ റൗണ്ട് ഫേസ്, വട്ടമുഖമാണ്. ഈസ് എ ചിയർഫുൾ എനർജറ്റിക്, വളരെ സന്തോഷവാനായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ദെൻ മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി ഹാസ് എ ലോങ് നോസ്, നീളമുള്ള മൂക്കുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ബ്രൈറ്റ് ആൻഡ് നാരോ ഐസ് അല്ലെ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള കണ്ണുകളാണ്. ഹി ഈസ് എ ബാൾഡ് ഹെഡഡ് ഹാവിങ് എ ചിയർഫുൾ അല്ലെ, കഷണ്ടി തലയൊക്കെ ഉള്ള വ്യക്തിയാണ്. ആൻഡ് കോൺഫിഡന്റ് ലുക്ക്, നല്ല കോൺഫിഡന്റ് ആയിട്ട് ചിയർഫുൾ ആയിട്ടുള്ള നല്ല ആത്മവിശ്വാസമുള്ള ഒരു ലുക്കുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഇത്രയാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കി ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.